നാട്ടിലിറങ്ങുന്ന വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് നഷ്ടപരിഹാരത്തിന് പകരം ഇൻഷുറൻസ് പരിരക്ഷ. നിലവിൽ വനാതിർത്തിയിൽ താമസിക്കുന്ന പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഈ പരിരക്ഷയുള്ളത്. മരണത്തിനും പരിക്കിനും പുറമെ വീട്, കൃഷി, വാഹനം എന്നിവയുടെ നാശത്തിനും ആശ്വാസം ലഭിക്കത്തക്ക വിധമാണ് പരിഷ്കരണം വരുത്തുന്നത്. ഇൻഷുറൻസ് കമ്പനികളുമായി ഒരു വട്ടം ചർച്ച പൂർത്തിയാക്കി. പ്രീമിയം തുക വളരെ കൂടുതലായതിനാൽ ധനവകുപ്പ് പ്രയാസമറിയിച്ചു. എന്നാൽ വന്യജീവി ആക്രമണം കൂടിയ സാഹചര്യത്തിൽ ഇൻഷുറൻസ് വേണമെന്നായിരുന്നു വനംവകുപ്പിന്റെ അഭിപ്രായം. വികസന അവലോകന യോഗങ്ങളിൽ മുഖ്യമന്ത്രിയും ഇൻഷുറൻസ് വേണമെന്ന് നിർദ്ദേശിച്ചോടെ ആലോചന വേഗത്തിലായി. ഇത് നിലവിൽ വന്നാൽ നഷ്ടപരിഹാര പാക്കേജ് റദ്ദാക്കും. വന്യജീവികളുടെ ആക്രമണത്തിൽ മരിക്കുന്ന വ്യക്തിയുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം. ഇതിൽ 6 ലക്ഷം രൂപ വനംവകുപ്പ് ഫണ്ടും 4 ലക്ഷം രൂപ ദുരന്ത നിവാരണ നിധിയിൽ നിന്നാണ് എടുക്കുന്നത്. ഫണ്ടില്ലാത്ത മൂലം നഷ്ടപരിഹാരം വൈകുന്നതായും പരാതിയുണ്ട്. 2023-24 കാലഘട്ടത്തിൽ 76 പേർ മരിക്കുകയും 1603 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 24-25 കാലഘട്ടത്തിലാകട്ടെ 53 പേർ മരിക്കുകയും 1235 പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. 5 വർഷത്തിനിടെ 30,628 കൃഷിനാശ കേസിൽ 17.65 കോടി രൂപയാണ് നഷ്ടപരിഹാരം വിലയിരുത്തിയത്. നിലവിലെ ഇൻഷുറൻസ് പ്രകാരം വനാതിർത്തിയിൽ താമസിക്കുന്ന പട്ടികവിഭാഗത്തിലുള്ള വ്യക്തി വന്യജീവി ആക്രമണത്തിൽ മരിച്ചാൽ ആശ്രിതർക്ക് 1 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക. വൈകല്യം സംഭവിച്ചാൽ 25,000 രൂപയും ആശുപത്രിവാസം വീടുനാശം എന്നിവയ്ക്ക് 5,000 രൂപ വീതമാണ് ലഭിക്കുക. 1995 ആരംഭിച്ച ഈ പദ്ധതി 2021 നിലച്ചു. പ്രീമിയം തുക കൂട്ടി നൽകാനുള്ള ഇൻഷുറൻസ് കമ്പനികളുടെ ആവശ്യം ധനവകുപ്പ് തള്ളിയതോടെയാണിത്. 2023 ജനകീയ സമ്മർദ്ദത്തെ തുടർന്ന് പദ്ധതി പുനഃസ്ഥാപിച്ചു. പുതിയ ഇൻഷുറൻസ് പദ്ധതിയുടെ അന്തിമരൂപമായിട്ടില്ല. ന്യായമായ തുക നഷ്ടപരിഹാരം കിട്ടത്തക്ക വിധമാകും പദ്ധതിയെന്ന് വനംവകുപ്പ് അധികാരികൾ സൂചിപ്പിച്ചു. ഇടുക്കി വിഷൻ, കുമളി.